കാരവലിൽ വരുന്ന ഒരേ ഒരു ആന ഇപ്പോഴാണോ? ഇപ്പത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ കടയാണ്. ഓ അങ്ങോട്ട് പോകാനാണ് നേരെ പോണല്ലേ? ചോക്കോബാറും പൈനാപ്പിളും വാങ്ങാളേ തിരക്കാണ്. ഓ ഞാനൊരു ചോക്കോബാർ കൊടുത്തു. കൊടുത്തു വായി കൊടുത്തു. അത് തുപ്പും. അത് നിങ്ങൾ കണ്ടോ, ഇനിയിപ്പോ വീട്ടിലെത്തുമ്പോ ആ ബിസ്ക്കറ്റ് എന്നാ നേരത്തെ അവിടെ തുപ്പും. ഇത് ഇവിടെ വന്നു മുതലേ ഇങ്ങനെ കൊടുക്കണ്ടേ? ഓള് വരും, പൈനാപ്പിൾ കൊടുക്കും. പൈനാപ്പിൾ കിട്ടിയാൽ ഓള് പോകും. അതായത് എല്ലാരും ചോദിക്കേണ്ട കാര്യനു ആന കോലെന്താ ചെയ്യല്, അത് ഇവിടെ ആള് തുപ്പും. പുള്ളിനെ ഒറ്റയ്ക്കാണ് വിളിച്ചാൽ നമ്മളെല്ലാരും. ശരി ശരി. ടെമ്പിളിന്റെ ഭാഷ പറഞ്ഞ ഒരു തെണ്ടലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ടൈഗർ ബിസ്ക്കറ്റ് അത് നിർബന്ധം. ടൈഗർ ബിസ്ക്കറ്റ് 2 പാക്കറ്റ് ഷമില് ഞാൻ കൊടുക്കുക. ഇവന്റെ പേരെന്താ? ഇത് ഉണ്ടപ്പെട്ടി. പിന്നെ ഒരു പണിയില്ല. ഒഴിച്ചടാനൂട്ടിയെ കനം നല്ല നല്ല മറ്റു ആൾക്കാർ പറയും പോലെ ഇടതാനെ വലതാനെ അങ്ങനെ പറയാറുണ്ട്. അതായത് സത്യം പറഞ്ഞ മലപ്പുറം ഭാഷയായി ഇവിടെ പഠിക്കുന്ന. അതായത് എൻ്റെ കൂടെ നടന്നപ്പോൾ ചട്ടൊന്നല്ല, ഞാൻ മനുഷ്യന്മാരോട് എന്തൊക്കെ പറഞ്ഞു അതുപോലെ പറയും. ഇവളെന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം വെള്ളം കൂടി ഇറക്കും, പിന്നെ തീറ്റ ഇറക്കും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇവിടെ ബുദ്ധി കണ്ടിട്ട്. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ വടി ഞാൻ എവിടെയും മറന്നു വെച്ചാൽ അതാ 37 പോരുമ്പോൾ എടുത്തിട്ടുണ്ടാവും. പുറമക്കാരുള്ളപ്പോൾ കിടക്കാൻ മടിയാ. അതൊക്കെ ഓൾക്ക് ഭയങ്കര ചെയ്മേലാണ്. ഞാൻ പറഞ്ഞില്ലേ തറവാടിയാണേ. തന്നെ മുമ്പിൽ കിടക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ കേരളത്തില് ഒരേ ഒരു ആനയ്ക്കായിരിക്കും അല്ലേ? കാവേരിക്കല്ലേ? ഇത് വെറും ഒരു ക്രൈസ്തവന്റെ പുറത്ത് മാത്രമല്ല. ഞാൻ ഇതിൽ ഒരിക്കലും പൈസ പ്രതീക്ഷിക്കുന്നില്ല കാവേരിന്റെ കാര്യം. പിന്നെ ആനയും തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ആനയും ചെയ്യൂല, ആനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനും ചെയ്യില്ല. പെണ്ണുമ്പോൾ ഉടക്കാണോ? ഉടക്കം എങ്ങനെ ഇല്ലാതെക്കൂലല്ലോ. ഉടക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങളെ ഫാമിലി മുഴുവൻ ഇപ്പൊ ടൂർ പോയി, എന്റെ വൈഫും എന്റെ കുട്ടി മാത്രമേ പോകത്തുള്ളൂ. കാരണം എന്താ, ഞാൻ പോണില്ല. ആന ഇനിയിപ്പോ എത്ര പൈസന്റെ പരിപാടിക്ക് പോയാലും ഞാൻ ഉറപ്പെടുക്കലില്ല. അത് ഓളെ വണ്ടികൾ നന്നാക്കാനും ഓക്കുള്ള ഭക്ഷണത്തിനും അങ്ങനത്തെ കാര്യത്തിൽ മാത്രം ചിലവാകും. ഞാൻ എൻ്റെ ചെക്കനും ഇവളി ഒരുപോലെ വളർത്തുണ്ടാവും. അതൊരു പരിപാടിക്ക് കൊണ്ടുപോയിക്കാണ്ട് ഈ റോട്ടിൽ നടത്തുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ഞത്ത് ചവിട്ടി നടക്കുന്ന വരികയാണ്. കാരണം ആന നടക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ഏത് പരിപാടി വീഡിയോ എടുത്ത് നോക്കിയാലും മതി, ഞാൻ ആന നടക്കണ ഈ പരിപാടിക്ക് ഞാൻ ചെരുപ്പ് പോയിട്ടാണ്. ഒരു സല്യൂട്ടും കൂടെ തരൂ കാവേരി. നമസ്കാരം. ഇന്ന് ഞാനുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ഷിമിലിൻ്റെ കൂടെയാണെന്നുള്ളത്. ഷിമിലിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൃഗം, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള മൃഗം ആനയാണ്. അപ്പോൾ ആനേനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു, ആന തിരിച്ചും അതുപോലെ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷിമിലിൻ്റെ അടുത്താണെന്നുള്ളത്. നമുക്കിന്ന് ഷിമിലിൻ്റെ കൂടെ ഷിമിലിൻ്റെ ആനക്കുട്ടി, ആന കുട്ടിയല്ല, ആന കാവേരിയുടെ കൂടെയും കുറച്ച് സമയം നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഇത് ഷിമിലിൻ്റെ അടുത്തെത്തി. വെൽക്കം ഷിമിൽ. എങ്ങനെയുണ്ട് കാവേരിക്ക്? എന്തൊക്കെയുണ്ട് വിശേഷം? കാവേരിക്ക് അങ്ങനെ എന്താ ഉഷാറായി പോകും. ഇന്നിപ്പോൾ കാവേരി രാവിലെ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാവേരിനെ കുളിപ്പിച്ചിട്ടില്ല, കാവേരിക്ക് പട്ട വെട്ടിയിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാവേരിയുടെ ഒരു ദിവസത്തെ ഇത് തുടങ്ങുന്നത്? എങ്ങനെയാണ് ദിവസത്തെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങും ആളെ ഡ്യൂട്ടി. രാവിലെ 5 മണിക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് വെള്ളം കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6-6:30 ആകുമ്പോൾ അവല്, പിന്നെ അത് കഴിഞ്ഞ് പട്ട, പുല്ല്, പ്ലാവിൻ്റെ ഇല. വൈകിട്ട് ഒരു 3-3:30-4 ആകുമ്പോൾ കറങ്ങാൻ പോകണം പുറത്തോടെ. അതാണ് മെയിൻ. കറങ്ങാന്ന് പറഞ്ഞാൽ അവൾക്ക് തെണ്ടി ഇറക്കണം. അങ്ങനെ നടന്നിട്ട് പിന്നെ അവിടെ ഒരു കട ഉണ്ട്, ആ കടയിൽ അവൾക്ക് പറ്റാം. അവിടുന്ന് ഒരു പൈനാപ്പിൾ, 2 ചോക്കോബാർ സ്ഥിരമുള്ള അത് കൊടുത്ത്. അതായത് ഒരു ദിവസം നമ്മൾ പോയി അന്ന് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 36 വൈകിട്ട് വന്നിട്ട് പിന്നെയുള്ള ഭക്ഷണം കഴിക്കൂല, അല്ലെങ്കിൽ ചെക്കനോട് എന്തെങ്കിലും ദേഷ്യം കാണിക്കല്. ആരോട്? നമ്മളെ കൂടെയുള്ള ചെക്കനോട്. അങ്ങനത്തെ ഒക്കെ ഓരോ കലാപാണ്. ഒന്നുമില്ല, ഈ കടയിൽ ചെന്നാൽ തന്നെ അതിന്റെ ഉള്ളിൽ ആളൊറ്റക്ക് പോകും. ആ പൈനാപ്പിൾ അവരവിടുന്ന് കൊടുക്കും, 2 ചോക്കോബാറും കൊടുക്കും. പിന്നെ ഒന്നും പറയണ്ട, ആള് നേരെ. ഇത് എത്രാമത്തെ വയസ്സ് തൊട്ടാ അങ്ങനെ തുടങ്ങിയത്? ഈ കാവേരി കാവേരി എന്ന് പറഞ്ഞാല് നമ്മളെ കാവേരി അല്ല, നമ്മളെ ആന മുമ്പത്തെ നമ്മളെ കൊമ്പനാനാണ് ഫസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാവേരി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കാവേരി കുറച്ചൊരു മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്.
അപ്പോൾ എല്ലാവരും എന്നോട് അന്ന് പറഞ്ഞു, ഞാനത് കാണാൻ പോയപ്പോൾ ആന ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും പോയി കിടക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് രക്ഷപ്പെടൂല. പിന്നെ അത് മാത്രമല്ല സ്വഭാവം, ഇനി രക്ഷപ്പെട്ടാൽ തന്നെ സ്വഭാവം ശരിയല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അന്ന് എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഞാൻ എടുത്തു. പിന്നെ ഞാൻ ഒരു നല്ല തെറ്റില്ലാത്തൊരു പാപ്പാൻ തന്നെ അതിമ കൈകാര്യം ചെയ്തിട്ടത്. പിന്നെ ഞാനും മൂപ്പരെ കൂടെ നിന്ന് പിന്നെ 36 പിന്നെ നമ്മളോട് ഇങ്ങോട്ടൊരു ഇല്ലിപ്പോൾ ഷിമിലിനെ ആരെങ്കിലും ഒന്ന് ആക്രമിക്കാൻ പറ്റും. അത് ആക്രമിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് തന്നെ വേണം. ഞാൻ ആൻ്റെ അടുത്ത് നിങ്ങൾ ഇന്നോടൊന്ന് സ്വരം മാറി സംസാരിച്ച് നോക്കി. ഇപ്പോഴേ അവിടെ നിന്ന് ഒരു നോട്ടം നോക്കാം. അതെ അത് ആദ്യം 36 കയറി. അതുപോലെ വെള്ളം അടിച്ച് വരേണ്ട ആൾക്കാർ താല്പര്യമില്ല. ഇല്ല. അതിപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ട് വെള്ളം അടിച്ച് വന്ന് നിൽക്കേണ്ട ആൾക്കാർ എന്തെങ്കിലും റോങ് ആയി സംസാരിക്കുന്നത് കണ്ടാവും. ആന എന്ത് ചെയ്യും, അവിടെ പരിപാടി എടുക്കണ ആന തിരിഞ്ഞു നിൽക്കും. അത് വേണ്ട, അത് ഇവിടെ നടക്കില്ല. അറിയും എന്നാ ഇവിടെ കയറി ഇവിടെ വാ, കൊടുത്തെടുത്തേ എല്ലൂട്ടെടുത്തേ. പെണ്ണിനെ തൊട്ടാ കുഴപ്പമില്ല. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടോ തുറന്നേ. അല്ല, അത് വേറെ വിഷയമുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഇതെടുത്ത് എറിഞ്ഞ് ഓടിച്ചു വെക്കാനൊന്നും ആയിക്കൂല. അതൊക്കെ പക്ഷെ വേറെ ഒന്നും അതുപോലെ പറഞ്ഞ ശരീരം കയറിയതിന്റെ ശേഷമുള്ള കലാവിരുദ്ധകളാണ് അതൊക്കെ. ഇത് കൂടുതൽ ആൾക്കാർ താല്പര്യമില്ല. അത് ഞാൻ എടുത്തിട്ട് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അത് വാങ്ങൂല. വാങ്ങൂലേ? ഫുഡ് ഐറ്റംസ് മാത്രമാണെങ്കിൽ അങ്ങനെ വാങ്ങുള്ളൂ. അതായത് ഇത് വാങ്ങൂലേ? അല്ല, അത് കഴിക്കാനല്ല, അത് നിലത്തിടും. ഞാൻ വന്നില്ല ഓക്കെ, ഞാൻ വന്നില്ല അവിടെ. അതുപോലെ പറ്റാ എന്താ വെച്ചാല് ഇപ്പൊ നമ്മളെ ഇപ്പൊ എനിക്ക് ചോദിച്ച ഉമ്മ വരുവാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ ഒരു ഉമ്മ ഉണ്ടാന്ന് പറഞ്ഞാൽ ആൻ്റെ അടുത്ത് പോയ ആന മാറിയാണ്. ആണോ? അതുപോലെ ഇപ്പൊ നിങ്ങൾ, അതായത് ഇപ്പൊ ഞാൻ ചോദിച്ചാൽ എനിക്ക് എവിടെ ഉള്ള വന്ന് ഉമ്മ തരുവാന. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ പോയ ഒരു ഉമ്മ കളിക്കണ ആന മാറിപ്പോവും. അതിനൊന്നും സമ്മതിക്കൂല. അതൊക്കെ അവള് തറവാടിയാണ്. അതല്ലേ, നമ്മളെ കുടുംബത്തിന് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കില്ല. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുറച്ചുപേര് ആൾക്കാരുണ്ട് ഇവിടെ. ആൾക്കാർ കുറെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര ആളുണ്ടെന്ന് എനിക്ക് തന്നെ എണ്ണം അറിയാൻ പാടില്ല. അതിപ്പോ അരണേ ചെക്കനോട് തന്നെ ചോദിക്കണം. ഓനാണ് ഇതിന്റെ മെയിൻ എല്ലാം നോക്കുന്നത്. അതെല്ലാം. ഓ, ഇവന്റെ പേരെന്താ? ഇത് ഉണ്ടപ്പെട്ടി. ഉണ്ടപ്പെട്ടി. ഉണ്ടപ്പെട്ടിയാ? ഉണ്ടപ്പെട്ടി എന്ന് പറയാൻ പറഞ്ഞില്ല. ഒരു പണിക്കും പോവില്ല, തിന്ന് ഉറങ്ങുക, അതല്ലാതെ ഒരു പണിയില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുപോലെ മാത്രമേ ഇടപെടുള്ളൂ. മൂപ്പര് ഡ്യൂട്ടി ഒന്നും മൂപ്പര് എടുക്കൂല. അത് പറയും ഒന്നുമില്ല. മൂപ്പര് ആരെയും വന്നാൽ അവളോട് കൊഞ്ചുക, എന്തെങ്കിലും തന്നാല് തിന്നാ സ്വസ്ഥമായിട്ട് ഉറങ്ങുക. സ്വസ്ഥമായിട്ട് ഉറങ്ങുക. പിന്നെ പോത്തുണ്ട്. പോത്തുണ്ട്. പിന്നെ പശുക്കൾ ഒരു 4-5 ഐറ്റം ഉണ്ട്. അത് അപ്പറല്ലേ? അപ്പറേ. പിന്നെ ആടുകള്, പിന്നെ കുറച്ച് ഐറ്റംസ് വേറെ നായ്ക്കളും അവിടെ ഉണ്ട്. വേറെ ഉണ്ടോ? ഓ, പിന്നെ നമ്മളെ കുതിരകൾ. കുതിരകൾ ഒരു 6 ഐറ്റം ഉണ്ട് ഇവിടെ. 6 ഐറ്റം. 6 ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇനത്തിൽപ്പെട്ടതാണ്. ഇനത്തിൽപ്പെട്ട. ഓ, അതിന് പുറത്തേക്ക് ഇറക്കാറില്ലേ? കണ്ടിട്ടുണ്ട്. അതിൽ ഒരാൾ റേസിങ്ങിന് സ്ഥിരമായിട്ട് പോകേണ്ട ആളാണ്. നമുക്കൊന്ന് കുളിപ്പിച്ചാലോ? കുളിപ്പിക്കും. അങ്ങനത്തെ ആനക്കുട്ടി പോകുന്നുണ്ട്. അവിടെ മടങ്ങിക്കണോ? കാണിച്ചേ, കുറച്ച് മടങ്ങിയിട്ടുണ്ടല്ലോ കണ്ണില്. യാതൊന്നും കുഴപ്പമില്ല. ഒഴിച്ചടാനൂട്ടിയെ എന്തൊരു കനം. പേടിക്കാറുണ്ടോ ഉള്ളിക്കത്തി? അതങ്ങനെയല്ല. അതിപ്പോ ചിലപ്പോ എന്താ പറയുക, പെട്ടെന്ന് ഇപ്പൊ ആന നടന്നു പോവാണ്, പെട്ടെന്നൊരു പൂച്ചയൊക്കെ മുന്നിൽ കൂടെ ഓടി. അപ്പൊ ആനത് വേറെ എന്താ സാധനം ചേച്ചിട്ടൊക്കെ പേടിച്ചു. ആനക്കുട്ടിക്ക് അടി കിട്ടും കേട്ടോ. എൻ്റെ കളി എന്തിനാ എനിക്ക് മനസ്സിലാക്കും കേട്ടോ. എൻ്റെ കളി എനിക്ക് മനസ്സിലാക്കും. ഓടിച്ച് എന്തേ കൊഞ്ചല്ലേ കേട്ടോ, കൊഞ്ചല്ലേ. അതിപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തിയാണ് കിടത്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേഗം കിടന്നിട്ടേ വേഗം നീച്ചട്ടോ. വേഗം കിടന്നിട്ട് വേഗം നീച്ച. ഞങ്ങൾ പെട്ടെന്ന് ഓടിച്ചു കൊടുക്കും. കേട്ടി നല്ല 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 കിടന്നടി പെണ്ണേ. നല്ല നല്ല നല്ല. അല്ല, അപ്പൊ എല്ലാ ദിവസം ഇത് ചെയ്താലും പണിയല്ലേ? 2 ദിവസം കൂടുമ്പോൾ കേൾക്കുള്ളൂ. ആണോ? ആണെങ്കിൽ കിടക്കണം. ആണ്ടി ഇല്ല എണീക്കാൻ നോക്കും. കാരണം നിങ്ങൾ അറിയാത്ത ആൾക്കാരല്ലേ. അപ്പോൾ കയ്യെവിടെ എന്താണ് കുട്ടി കാട്ടേണ്ടത്? കുറച്ച് വെള്ളം കൊടുത്താൽ. ഇത്രയും മൃഗങ്ങളുണ്ടല്ലോ, അപ്പൊ ഇവർ ഇതിനെ എല്ലാ ദിവസവും ഒരുമിച്ചാണ് കുളിപ്പിക്കണത്? അതേ ഓരോരോ ദിവസം ഇങ്ങനെ സെപ്പറേറ്റ്? അല്ല, അതായത് കുതിരകളെ ഡെയിലി കഴിക്കണം. അതിന് വേറെ ഒന്നുണ്ട്. ഇത് എല്ലാത്തിനും ഓരോരോ ടീമാണ്. ഓ, കുതിര നോക്കപ്പോൾ കുതിരനെ കഴിക്കലും നടക്കുന്നുണ്ടല്ലോ. ഒരാൾ കഴിക്കുന്നുണ്ട്. മറ്റേ ഇവലെ പിന്നെ ഞാനും ഇവനും തന്നെ വേണം.
ചെറുക്കൻ തന്നെ വേണം കഴിക്കാൻ. ആ പിന്നെ പശു ഇതൊക്കെ തന്നെ ഓരോന്നിനും ഓരോ ടീമാണ്. ആ ആ ആ അപ്പോൾ ആന 2 ദിവസം കൂടുമ്പോൾ കഴിക്കുള്ളൂ. മറ്റുള്ളത് നമ്മൾ അതെ 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 ഡെയിലി കഴിക്കണം. ഇവിടെ മെയിനായിട്ട് ചിലവുള്ള സാധനം വെള്ളം. അതിന് വെള്ളം എങ്ങനെ ഇവിടെ? വെള്ളം കിണർ കുഴപ്പമില്ല. ലാസ്റ്റത്തെ ഒരു 2 മാസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം. ഇപ്പോൾ അവിടെ കിടന്നാടാണ്ടി നമ്മൾ ഡെയിലി 4000 ലിറ്ററോ 4000 ലിറ്റർ വെള്ളം കൊണ്ടുപോകും. കുറച്ച് കെട്ടിക്ക്, കുറച്ച് കെട്ടാൻ. ഇവിടെ കെട്ടടാൻ കുട്ടി. ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞങ്ങ് അനുസരിക്കില്ല അല്ലേ? അത് കിടത്തിയാലേ കിടക്കേണ്ട ആൾക്ക് താല്പര്യമില്ല, ഒട്ടും താല്പര്യം. അപ്പൊ കിടക്കുമ്പോൾ വേഗം എണീക്കാൻ വേണ്ടിയിട്ട് മറ്റേ പല അഭ്യാസങ്ങളും എടുക്കും. ഒപ്പം നീട്ടി, ഒപ്പം കയറ്റി. അപ്പം പെട്ടെന്നേ എണീക്കാൻ വേണ്ടിയിട്ടുള്ള പല പണികളും എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിനൊക്കെ ഇവിടെ തച്ചിട്ടും കുത്തിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ സ്വഭാവം മാറ്റമൊന്നുമില്ല. അല്ല, ഈ മറ്റാൾക്കാർ പറയും പോലെ ഇടതാനെ വലതാനെ അങ്ങനെ പറയാറുണ്ടോ? അതായത് ഇവളെന്ന് പറഞ്ഞാൽ ഇവളിപ്പോ ഫുള്ള് സത്യം പറഞ്ഞ മലപ്പുറം ഭാഷയായി ഇവള് പഠിക്കുന്ന. അതായത് എന്റെ കൂടെ നടന്നപ്പോ ചട്ടൊന്നല്ല, ഞാൻ മനുഷ്യന്മാരോട് എന്തൊക്കെ പറഞ്ഞു അതുപോലെ പറയുള്ളൂ. ഇപ്പൊ നിങ്ങളെന്നെ കേട്ടല്ലോ, ഇപ്പൊ കയ്യെവിടെ കാലെവിടെ, അങ്ങനെ ചട്ടം പഠിച്ച ആനയാണ്. പക്ഷെ ഇപ്പൊ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഭാഷക്ക് തന്നെ പറയുള്ളൂ. അല്ല, ഈ ചട്ടം പറയണ ആരാ ഇപ്പൊ ഇവളോട്? അല്ല, ചട്ടം പറയാൻ ഇപ്പൊ ഇവിടെ ആരുമില്ല. ഇതിന് കൂടുതൽ പിന്നാലെ ചട്ടം പറഞ്ഞ താല്പര്യമില്ല. ഇല്ല, അതിപ്പോ നടക്കണേ തന്നെ കയറിപ്പോന്നൊക്കെ പറഞ്ഞാല് അവൻ മൂത്തേര് പോയിക്കോ പറയും. അതിനും അതിന്റെ ആവശ്യം വരുന്നില്ല. മുപ്പത്തേര് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുന്നിൽ പോകണേ നമ്മളൊപ്പം ഉണ്ടാവും. ഇപ്പൊ പിന്നിലായാലും എടുക്കാൻ ആനക്ക് അറിയാം. ഇപ്പൊ പരിപാടിക്ക് പോയാലും 34 പിന്നാലെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ആളിനെ ചെയ്യും. ഭാര്യയൊക്കെ ഇനി പിന്നെ പറയത്തൊന്നുമില്ല. കാരണം ഓൽക്ക് നമ്മളെ കിട്ടണില്ല. കാരണം എനിക്ക് 2 ദിവസത്തിൽ കൂടുതൽ ഒടുക്കും മാറാൻ പറ്റില്ല. കാരണം ഇവളെന്ന് പറഞ്ഞാല് നമ്മളൊരു ദിവസം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം വെള്ളം കൂടി നിർത്തും, പിന്നെ തീറ്റ നിർത്തും. അപ്പോൾ വെള്ളം കൂടി നിർത്തുമ്പോൾ തന്നെ ഇപ്പൊ എന്നെ വിളിച്ചു പറയും വെള്ളം കുടിക്കണില്ല. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓടി വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമാണ് ഇവളെടുത്ത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബൈക്ക് പോകാൻ പറ്റില്ല. പിന്നെ അയച്ചു വിടണമെങ്കിൽ ഞാൻ തന്നെ വേണം. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. അതിന് വേറൊന്നുണ്ടായി, ഞാൻ ഓളോട് കാട്ടുന്നതിനുള്ള സ്നേഹം അതിൽ ഇറക്കിയായിട്ട് ഓൾ ഇങ്ങോട്ടും തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളൊരു സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടൂല നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഇവളാണെങ്കിൽ അങ്ങനെയല്ല, ആദ്യം തീർത്തിട്ട് പിന്നെ നമ്മോട് ചോദിച്ചോളൂ. അതെ മറ്റേ പടത്തിൽ മാമുക്കോയ പറഞ്ഞാൽ എന്താ ബാലകൃഷ്ണ പ്രശ്നം ചോദിച്ചു, അതേമാതിരി 34 ആദ്യം ഒന്ന് കൊടുക്കും, എന്നിട്ട് ചോദിക്കാം എന്താ പ്രശ്നം. അതേമാതിരി ഞാൻ പറഞ്ഞില്ലേ, ഇവളങ്ങനെ ഈ പരിപാടിക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ. ഒരു പ്രാവശ്യം ഇവിടെ പള്ളിയിൽ ഇതുണ്ടായി. അല്ലാതെ ഇവിടെ ഒറ്റയ്ക്കായിട്ട് പാപ്പാന്റെ കൂടെ അങ്ങനെ എന്തെങ്കിലും വിടുവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാപ്പാൻ ഉണ്ടായിട്ടുണ്ട്. അന്ന് മറ്റേ എവിടെ വയനാടല്ലേ കാണിച്ചേ അവരവിടെ വേറെ എന്തോ കാര്യം പറഞ്ഞിരിക്കുക. മറ്റേ വയനാടല്ലേ മറ്റേ സ്വീപ്പാക്കിയത് ഇവള്. വയനാട് ഇതേമാതിരി പോയിട്ട് സ്വീപ്പാക്കി ഞാൻ പോയിട്ടുണ്ട് ഇവിടുന്ന്. ആണോ? അതെങ്ങനെയാണ് സംഭവം? അത് 34 ഞാൻ പറഞ്ഞില്ല, എന്നെ നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കും. ഒരു ദിവസം മാറിയെന്നോ? അതായത് ഒരു ദിവസം തന്നെ ഇവിടുന്ന് ആന പോയി, പിറ്റേ ദിവസം രാവിലെ പരിപാടി. അതില് 34 വശപ്പശൊക്കെ ഉണ്ടാക്കി. അത് എനിക്കറിയാം, ഇവിടുന്ന് പോയാൽ തന്നെ ആള് ഒരു വേറൊരു കളി തുടങ്ങും. ഒരു 2 ഭാഗവും ഇങ്ങനെ നോക്കും, ഞാൻ ഉണ്ടോ ഇല്ലയെന്ന് നോക്കും. എന്നിട്ട് പിന്നെ ആനക്കിപ്പോൾ വിശ്വാസമില്ല, ഞാൻ കൂടെ ഇല്ലെങ്കിൽ ആരെയും ഒരു വിശ്വാസമില്ലാത്തൊരു രീതിയാണ്. ഇപ്പോഴത്തേർക്ക് ഇപ്പോൾ ഏതിനും ഞാൻ വേണം. ഇപ്പോൾ പരിപാടിക്ക് പോകണമെങ്കിലും പൊഴി കുളിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും നടക്കുകയാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും മാറിനാ ആനെ കുറച്ച് ഞാൻ നോക്കും, ആൾ കൂടെ ഇല്ലയോ. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ്. 34 വേറെ ആരും അത്ര ഒരു വിശ്വാസമില്ല കേട്ടാ. പിന്നെ ഞാൻ പറഞ്ഞില്ല, മറ്റുള്ളൊരു ആനകളെ മാതിരിയല്ല, പല കാര്യങ്ങളും വെറുതെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു നമ്മളെ ബുദ്ധി കണ്ടിട്ട്. എന്തൊക്കെയാ അങ്ങനെ ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ വടി ഞാൻ എവിടെയും മറന്നു വെച്ചാൽ അത് ആ 34 പോരുമ്പോൾ എടുത്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ പുറത്ത് കയറുകയാണെങ്കിൽ ചെരുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പരാതി എടുത്ത് തരും. എല്ലാവരും മേളിൽ കയറ്റുമോ? ഇല്ല. അല്ല, ആള് മേളെ മുന്നത്തെ കൈമ കൂടെ തന്നെ 34 താല്പര്യം ഉള്ളവരെ കയറ്റുള്ളൂ. ഇപ്പോൾ വലിയ പ്രശ്നം നിങ്ങളിവിടെ നിൽക്കണ്ടാണ്. ആണോ? പുറമക്കാരുള്ളപ്പോൾ കിടക്കാൻ മടിയാ. അതൊക്കെ ഓൾക്ക് ഭയങ്കര ചെയ്മേറാണ്. ഞാൻ പറഞ്ഞില്ലേ, തറവാടിയാണേ. അന്യന്റെ മുമ്പിൽ കിടക്കാൻ പാടില്ലല്ലോ. അതൊക്കെയാണ് ഓളെ പ്രശ്നം. ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കലാപം ഉണ്ടാവില്ല. ഫാൻസ് ഒരുപാടുണ്ടല്ലേ? അത് നമ്മൾ പ്രതീക്ഷിച്ചിന്റെ മേലാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആൾക്കാരോട് ഇറങ്ങാനിക്കൂല. ഫാൻസ് അതുപോലെ മറ്റേ ഗിഫ്റ്റ് അയക്കുക,
എന്തൊക്കെയാ ഇവക്ക് ഗിഫ്റ്റ് വരുന്നത്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഫുഡ് ഐറ്റംസ്, അതുപോലെ മറ്റേ ഇവൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇവൾക്ക് ചോക്ലേറ്റും അങ്ങനത്തെ അതൊക്കെയാണ് ഇഷ്ടം. മധുരമുള്ള സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടം. അത് എല്ലാ ആനകൾക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? ചങ്ങലയില്ല അത് കണ്ടില്ലേ? ചെങ്ങല ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പൊ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ചെങ്ങലാന്നല്ല സാധാരണ ആനകള് നടക്ക് കയറിപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് പോരില്ലേ. ഇതിപ്പോ നമ്മളെന്തേലും പറയണ്ടോ, നമ്മള് പോവാ ആന നമ്മളൊപ്പം പോരും, പുറകെ വരുന്നു, അത്രേ ഉള്ളൂ. വടി എടുത്ത് കടിച്ചു പിടിച്ചു. വടി കാരവലില് വരുന്ന ഒരേ ഒരു ആന ഇവളാണോ? ഷൂട്ടിനൊക്കെ വിട്ടുണ്ടോളെ? ഇല്ല, ഞാൻ അങ്ങനത്തേനൊന്നും അങ്ങനെ വിട്ടിട്ടില്ല. 2-3 ഇത് വന്നിട്ട് ഞാൻ പോയിട്ടില്ല. ഈ പോണ വഴിക്ക് ഇവിടുന്ന് പുല്ലൊക്കെ പറിച്ചു. അത് താല്പര്യമുള്ള സ്ഥലങ്ങളിലാണ് അവിടെ നിന്ന് പറഞ്ഞു. അതിപ്പോ ഇപ്പൊ പോകുമ്പോ ഇതല്ല ലക്ഷ്യം, അപ്പൊ അത് കടയാണ്. ചോക്കടാ ഇപ്പത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ കടയാണ്. ഓ, അങ്ങോട്ട് പോകാനാണ് നേരെ പോണല്ലേ? ചോക്കോബാറും പൈനാപ്പിളും വാങ്ങാളേ തിരക്കാണ്. ഓ, ഈ ഒരു നടത്തം ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നടത്തല്ല ഇല്ല. അന്ന് പിന്നെ ചോറുന്നുണ്ടെങ്കിലൊക്കെ ചീത്തറിഞ്ഞ് കൊടുക്കണം. അല്ല, അന്നേരം ഇത് നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ലേ? ഏത് ഈ ചോക്കോബാർ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ തെണ്ടൽ നിർബന്ധമാണ്. പോരെ 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 നമ്മള് പോരെ പോരെ പശുവിനെയൊക്കെ തീറ്റാൻ കൊണ്ടുപോകും. അതെ അതെ അതെ. അതിപ്പോ ഞാൻ പറഞ്ഞു, ഓള് മേയാൻ കയറുന്ന കുറച്ച് പറമ്പുകളുണ്ട്, അവിടത്തെ പിന്നെ കയറി പോകും. എവിടെ? ഇവിടെ ഈ പോണ വഴിക്ക് തന്നെ പോണ ഞാൻ അവിടെ മേലൊക്കെയാണ് പറമ്പ്. അവിടെ കയറി അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ആള് നമ്മളൊന്നും ഇല്ല. ഞാൻ കയറിപ്പോയി കുറച്ചു നേരം പറിച്ചൊക്കെ തിന്ന് കുറച്ച് മണ്ണൊക്കെ വാരിയിട്ട് കളിച്ച് തിരിച്ച് ഇങ്ങോട്ട് പോരും. ഞാനൊരു ചോക്കോബാർ കൊടുത്തു. കൊടുത്തു അവിടെ കൊടുത്തു വായി കൊടുത്തു. അത് തുപ്പും, തുപ്പിക്കളി. അത് നിങ്ങൾ കണ്ടോ, ഇനിയിപ്പോ വീട്ടിലെത്തുമ്പോ ആ ബിസ്ക്കറ്റ് എന്നാ നേരത്തെ അവിടെ തുപ്പും. അതൊക്കെ നമ്മൾ മനുഷ്യന്മാർ നിന്നുണ്ട്. അതേമാതിരി തന്നെ മറ്റേ കോല് ആയി കഴിഞ്ഞാൽ തുപ്പും അല്ലേ? ഇനി ഇല്ലപ്പ തീർന്നു. ബ്രോ ഇത് എത്ര ആളെ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഇത് ഇവിടെ വന്നു മുതലേ ഇങ്ങനെ കൊടുക്കണ്ടേ? ഓള് വരും, പൈനാപ്പിൾ കൊടുക്കും. പൈനാപ്പിൾ കിട്ടിയാൽ ഓള് പോകും. അത് ബ്രോയായിട്ട് നല്ല കമ്പനിയാണ്. നല്ല കമ്പനി അല്ലേ? നമ്മളെ കട എല്ലാവരും നല്ല കമ്പനി. നല്ല കമ്പനിയാണ്. കല്യാണം 21-ാം തീയതി കല്യാണം. ഞാൻ വരില്ല, ഞാൻ എറണാകുളത്താ. അല്ല, പുള്ളിനെ ഒറ്റയ്ക്കാണ് വിളിച്ചേക്കണേ. നമ്മളെല്ലാരും ശരി ശരി. എടാ, അതായത് എല്ലാരും ചോദിക്കേണ്ട കാര്യനു, ആന കോലെന്താ ചെയ്യല്? അത് ഇവിടുത്തെ ആള് തുപ്പും. അതെ, നമ്മള് തിന്നേണ്ട മാതിരി തന്നെ അവിടെ വയലിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോരാണ് പേരെ, അല്ലാതെ കോലടക്കം കടിച്ചു മുറിച്ചല്ല. ഇവിടെ എത്തി ബിസ്ക്കറ്റിന് നേരെ ആയാല് ഇത് ഇവിടെ തട്ടുവാള്. എന്നാ അടി ഉറപ്പാണ്, ഇവിടെ ആകെ വെള്ളാക്കി അടി കിട്ടുന്നേ എന്നോടെ വേണേ. മൊത്തം നനഞ്ഞിരിക്കുകയാണ്. മഴയത്തോടെ ഞങ്ങൾ നടക്കാൻ പോയി ആ മഴ മൊത്തം നനഞ്ഞ് ഞങ്ങൾ വന്നേക്കുക. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവേരിയുടെ കോട്ടയാണ്. ഒരു കറക്കമൊക്കെ ഇറങ്ങിയിട്ട് ഷെമിലിൻ്റെ ഭാഷ പറഞ്ഞ ഒരു തെണ്ടലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് ടൈഗർ ബിസ്ക്കറ്റ്. അത് നിർബന്ധം. 2 പാക്കറ്റ് അത് നിർബന്ധം. കോട്ടയാ. ഇന്നിപ്പോൾ ഷമില് തന്നെ ഞാൻ കൊടുക്കുക. ഇതും കൊടുത്തു പഠിപ്പിച്ചാണോ? അതെ അതെ അതെ, അത് കൊടുത്തു പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത് നമ്മളെ രണ്ടാനും കൂടി നിൽക്കുമ്പോഴും അന്ന് അത് ഇത് ഇവള് ശീലിച്ചതല്ല, നമ്മളെ പാർത്തുണ്ടായപ്പോ ശീലിച്ച പതിവാണിത്. അതായത് അന്ന് എങ്ങനെ വെച്ചാല് നേരെ വൈകുന്നേരം വയ്യടിച്ചു വരും. വൈകുന്നേരം ആനക്ക് മറ്റേ ബിസ്ക്കറ്റും പാപ്പന്മാർക്ക് ചായയും കടിയൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ അങ്ങനെ തുടർന്നതാണ് ഈ വീട്ടിൽ വരവ്. അന്ന് രണ്ട് ആനകളൊപ്പം നിൽക്കുമ്പോഴും രണ്ടാളും ഇവിടെ വരിക്ക് നിൽക്കും, രണ്ടാൾക്കൊപ്പം ബിസ്ക്കറ്റ് കൊടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് വീട്ടിൽ വന്നിട്ട് ഷമിലിന്റെ അടുത്ത് തന്നെ കിടക്കണമെന്നുണ്ട്. അതിന് തക്കം കിട്ടിയ അതിനും റെഡിയാണ്. അതിന് നമ്മള് രാത്രിയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചിലപ്പോ രാത്രിയൊക്കെ നിൽക്കാൻ അവിടെ പോയിരിക്കും. മുപ്പത്തിയാർക്കേ അത് വലിയ ഇഷ്ടമാണ് രാത്രി പോയിരിക്കണത്. അതായത് രാത്രി നമ്മളൊരു 12 മണിക്ക് ശേഷമൊക്കെ പോയി ഇങ്ങനെ ഇരുന്നാല് നമ്മളങ്ങനെ വിളിക്കും, നമ്മളോട് ചോദിക്കും എന്താ കാര്യം. അങ്ങനെ അത് രാത്രി ചെന്നാ വേറൊരു രീതിയാണ്. അത് ഭയങ്കര ഇഷ്ടം നമ്മളവിടെ പോയിരിക്കുന്നുണ്ട്. പോര് പിന്നെ ഇപ്പൊ ഇന്ന് പാപ്പാനും ഉമ്മാനും കണ്ടിട്ടില്ല.
കണ്ടിട്ടില്ല. വാപ്പി ഇമ്മയും പാപ്പാന്റെ വക ഒരു വോട്ട് എന്തെങ്കിലും കൊടുക്കും, ഉമ്മാന്റെ വകയും വോട്ട് എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഓല് രണ്ടാളും വരുവോളം ഇവിടെ എന്തെങ്കിലും അഭ്യാസം എടുത്ത് പോകണ്ടോ, കുറച്ചേരം ഇങ്ങനെ ചോറിന്റെ മാതിരിയൊക്കെ നിൽക്കുന്നുണ്ട്. വിളിക്കുവോ? ഇപ്പൊ ഇതുവരെ ഉള്ള ഇല്ലാത്ത ചോറി ഇപ്പോ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നേരെ ചോറ് കൊടുക്കലാണ്. കാരണം ഞങ്ങള് ഇത്ര നേരത്തെ വരൂലല്ലോ. ഞങ്ങള് ഇത് ശരിക്കും ഈ പുറത്തിറങ്ങല് എന്ന് പറഞ്ഞാല് ആനന്റെ വ്യായാമമാണ്. നടത്താൻ വേണ്ടിട്ടാണ് ഈ കൊണ്ടുപോണ്ട്. ആനക്ക് നടത്തൽ നിർബന്ധമാണ്. നമ്മള് ശരിക്കും രാവിലെ വൈകിട്ടും വയ്യടിക്കണം ആനാണ്. നമ്മള് മനുഷ്യന്മാരെ പോലെ തന്നെ എക്സസൈസ് നിർബന്ധമാണ് ആനക്ക്. ശരിക്കും ഈ സർക്കാർ പറയുന്ന ഇതെല്ലാം പാലിക്കുന്നുണ്ടോ? അതില്ല, പറ്റില്ലല്ലോ. ചെക്കിംഗ് ഒക്കെ വരും, കുറച്ചൊക്കെ ഇടക്ക് വരും. മറ്റേ ബാക്കി പേപ്പർ രേഖകളൊക്കെ ഇതായിരിക്കണം, നീറ്റ്നെസ് കാര്യങ്ങൾ മാത്രമല്ല കൊണ്ടുനടക്കാൻ ലൈസൻസ് വേണം. ഇതെന്തൊക്കെയാ ഫുഡ് കൊടുക്കണേ? അതായത് നമ്മള് ചോറില് മറ്റേ എല്ലാ ധാന്യങ്ങളും പൊടിക്കും, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ മീനെണ്ണല്ലേ, ഫിഷ് ഓയിൽ, അത്ര കൂടെ ഇട്ടിട്ട് ഇനി ഉരുട്ടിട്ട് കൊടുക്കും. ഉരുട്ടിട്ടാൻ കൊടുക്കും. അത് പിന്നെ ഈ മീനെണ്ണ കൊടുക്കുമ്പോ എന്താ വെച്ചാൽ ഈ രോമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വളർച്ച കൂടുതൽ വളർച്ച വരും. ഇപ്പൊ പാലക്കണ്ടിലുകൾ അതുപോലെ ഇതിന്റെ അകത്താകുമ്പോ കറക്റ്റ് എല്ലാ പാലും വന്നപ്പോ ഒരു ഒറ്റ പാലില്ല, ഇല്ല ഒറ്റ പാല് ഒറ്റ രോമം ജാനം വരുന്നില്ല. കുട്ടിയാനകളെ മാതിരിയായി. ഇനിയിപ്പോ കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേനും അത് ഫുള്ളാവും. പിന്നെ ഞങ്ങൾ വെട്ടിക്കളയും, ഈ ചെവിന്റെ അവിടെയുള്ളൊക്കെ വെട്ടിക്കളയും. അത് നിങ്ങൾ തന്നെ വിട്ടു അതെയോ? നമ്മൾ വെട്ടും. പിന്നെ നമ്മൾ കഴിക്കുമ്പോഴും ഈ മരത്തും മരിച്ചൊക്കെ പോകും കുറെ. നമ്മൾ ഈ പറമ്പിലൊക്കെ കഴിച്ചു വിടുമ്പോ ആന മരത്തുമ്പോ പോയിട്ട് ഇപ്പൊ കണ്ടി നിങ്ങളെ കിട്ടിയ കേപ്പില്ല തെങ്ങുമ്പോ പോയി വരയ്ക്കും അങ്ങനെ പോകും. കാവേരിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിമില് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുന്ന മൊത്തം നീയല്ലേ? എന്താ പേരെന്താ? ഡാനിഷ്. ഡാനിഷ് വാങ്ങാൻ ചോറ് കഴിക്കാൻ വലിയ മടിയാണേ. അതായത് അത് നല്ല ഇതിന്റെ കൂടുതൽ എന്ന് പറയുന്നത് മാത്രല്ല, ഇതിന് തീറ്റ ഉണ്ടാക്കലും ചോറ് വെക്കലും പട്ടുണ്ടാക്കലും ഒക്കെ പോലല്ലേ. എന്നിട്ടാണോ ഡാനിഷ് മാറിയിരിക്കണേ? അതായത് ഇതില് നമ്മള് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം അതാണ്, തീറ്റ ഉണ്ടാക്കല്. ഇപ്പൊ ഈ മഴക്കാലത്ത് പനമ്മ കയറാൻ കഴിയില്ല. എന്നാലും ആനോട് വന്നാണ് നമുക്ക് മഴയാണ് പട്ടല്ലാന്ന് പറയാൻ പറ്റില്ല. ഇല്ല. അതൊക്കെ പോലെ ഏത് മഴ ആയാലും മഴത്ത് കയറി പട്ട ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാ ഡാനിഷ് അത്? ഓനുണ്ട് ഞാനും. പക്ഷെ മെയിൻ ഡാനിഷാന്നല്ലോ പറയണേ. രണ്ടാം ചട്ടം അല്ലേ, ഇടച്ചട്ടാണ് അവന്. ഡാനിഷേ, ഈ കാവേരിക്ക് ഈ മറ്റേ പൈനാപ്പിളും അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ചോക്കോബാർ, അത് ഡാനിഷ് ഈ കടയിൽ പോയി ചായ കുടിക്കാൻ നേരത്ത് ഈ കാവേരിനെ കൊണ്ട് കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് നൈസായിട്ട് മേടിച്ചു കൊടുത്തിട്ടാന്നുള്ളൊരു വിമർശനം ഉണ്ടല്ലോ, ശരിയാണത്? ഇല്ല, ചോക്കോബാർ പൈനാപ്പിൾ പിന്നെ എല്ലാ ആനക്കും നമ്മളിവിടെ കൊടുക്കാറുണ്ട്. പ്രാർത്ഥനയായപ്പോഴേ എന്താണ് ഈ ചോക്കോബാർ കൊടുത്ത് ശീലിച്ചതാ? ഞങ്ങൾ തിന്നുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുത്ത് ശീലമായിരുന്നു. ആണോ? ഓനും ചോക്കോബാറും മുളച്ചാറൊക്കെയാണ് അവന്റെ തീറ്റ. അതെല്ലാം അതും കാവേരിക്ക് വേണം. അപ്പൊ നിങ്ങൾ കണ്ടില്ല, നടക്കുമ്പോ 36 പിന്നിക്കൊക്കെ നടക്കുക. അല്ല, ഡാനിഷ് അതായത് ഞാനും ആനും പോന്നിട്ട് അവൻ പോരാ. ഓനോട് അവിടെ പോയി കയറിക്കാണ്ട് ചായ അല്ല, ഓൻ ചായ എടുക്കൂല, ജ്യൂസും അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസും പപ്സും 1, 2, 3 ഒക്കെ തിന്നു. അത് വേറെ കാര്യം. ഓനാണ് അതായത് അങ്ങനത്തെ കയ്യിലിരിപ്പ് മുഴുവൻ പഠിപ്പിക്കേണ്ട ആളോനാ. അതേമാതിരി വീട്ടിൽ വന്നാണ് വെല്ലടിക്കാൻ പഠിപ്പിക്കുക. അതേമാതിരി ആരാത്തോളം കണ്ട ഒന്ന് കൊടുക്കാൻ പഠിപ്പിക്കുക. കയ്യിലിരിപ്പുകൾ മുഴുവൻ പഠിപ്പിക്കേണ്ട ആള് ഓനാണ്. കാവേരിയുടെയും ഷിമിലിൻ്റെയും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കണ്ടു. കാവേരിയുടെ കുളി, ഭക്ഷണം കഴിക്കൽ, അവർ തമ്മിലുള്ള സൗഹൃദം, അവരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പോരാജന് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാവേരിക്ക്. പല നായ്ക്കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും കുറച്ച് കഥകൾ, കാവേരിയുടെ കഥകളാണ് നമ്മൾ കൂടുതലും കേട്ടറിഞ്ഞത്. ഷിമിലേ, അയ്യോ, ഈ സൗഹൃദം ഇനിയും മുന്നോട്ട് തന്നെ പോകില്ലേ? ഞാനും ഇവിടെ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. അപ്പോൾ ആ സൗഹൃദം ദൈവം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വരുത്തട്ടെ. അപ്പോൾ അത് എന്നെന്നും മുന്നോട്ട് പോയി നല്ലൊരു സൗഹൃദമായി മാറട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഒരു സല്യൂട്ടും കൂടെ തരൂ കാവേരി. കൊടുത്തതിലൂട്ടെ അതിന്റെ സൗണ്ട് അവിടെ എത്തണം. ഇപ്പൊ കേരളത്തില് ഒരേ ഒരു ആനയ്ക്കായിരിക്കും അല്ലേ? കാവേരിക്കല്ലേ? അപ്പൊ എന്നാ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ. ഇത് ഉള്ളിലേക്ക് കയറ്റിട്ടേക്കും അല്ലേ? ഉള്ളിൽ കയറ്റിട്ടാണ്. അതായത് ഇത് സീസൺ കാവേരി പോകുമ്പോ മാത്രമേ ഇത് സ്റ്റാർട്ട് ആക്കുള്ളല്ലോ.
അല്ലാത്ത ആവശ്യത്തിന് നമ്മൾ വേറെ വണ്ടികളെല്ലാം എടുക്കുക. ആ ആ ആ ഇത് കാവേരിക്ക് പരിപാടി ഉണ്ട്, അന്ന് ഇത് എടുക്കും. കാവേരിന്റെ കൂടെ പോവും, കാവേരിയോടെ നിർത്തും, കാവേരിന്റെ അടുത്ത് നിർത്തും. വേറെ അത് ഇതാവുമ്പോഴുള്ള സുഖം എന്താ വെച്ചാല് ഇതിലെല്ലാ സെറ്റപ്പും ഉണ്ട്, ബാത്റൂമും കാര്യങ്ങളും ബെഡും ഒക്കെ ഇതിലുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് കാവേരിന്റെ അടുത്ത് തന്നെ നിക്കാം, പരിപാടിക്കൊക്കെ പോയാലും വേറെ ബുദ്ധിമുട്ടുകളില്ല. ഞാനും എപ്പോഴും അടുത്ത് നിക്കാം. ഞാൻ ഈ വണ്ടിയിൽ ഉണ്ടാവുമ്പോ തന്നെ കാവേരിക്കും അതായത് മറ്റേത് വേറെ പറമ്പ് പോയി കഴിഞ്ഞാല് കാവേരി ആന കിടക്കൂല. നമ്മളില്ലെങ്കിൽ അകത്തേക്ക് കയറിയല്ലോ. അപ്പൊ നമുക്ക് കാവേരിയുടെ കാരവന്റെ ഉള്ളൊന്ന് കണ്ടിട്ട് വരാം. അല്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനൊക്കെ വേണ്ടിട്ടോ കൊണ്ടുപോണത് ഈ വണ്ടി? ഇവല ഐറ്റംസിന് അല്ലാതെ ഒന്നിനും എടുക്കലില്ല. ഇല്ല, ഫാമിലി ആവശ്യത്തിനൊക്കെ ഇവിടെ വണ്ടികൾ വേറെ ഉണ്ടല്ലോ. ഇത് ഞാൻ മെയിൻ ആയിട്ട് ഇത് കാവേരിന്റെ പർപ്പസിന് മാത്രം എടുത്തതാ എടുക്കുന്നത്. അതെ അതെ അതെ, അതിന് വേണ്ടി മാത്രം എടുത്തതാ. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആന പരിപാടിക്ക് പോകുമ്പോ ഇതൊക്കെ ലാഭമല്ലേ എന്ന് ചോദിക്കും ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ഈ വണ്ടിന്റെ വിലക്ക് ആന എത്ര കാലം പരിപാടി എടുക്കണം. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇത് വെറും ഒരു ക്രൈസിന്റെ പുറത്ത് മാത്രമാണ്, അല്ലാതെ ഞാൻ ഇതിൽ ഒരിക്കലും പൈസ പ്രതീക്ഷിക്കുന്നില്ല കാവേരിന്റെ കാര്യം. അപ്പൊ ഇതില് ബാത്റൂം ഉണ്ട്, ഇതിലാകെ RC-യിലെ ആകെ 4 സീറ്റ് ഉള്ളൂ. ഈ 4 സീറ്റ് RC-യിലും ഇതുള്ളൂ. മറ്റുള്ളത് നമ്മൾ അൾട്രേഷൻ ചെയ്യലാണല്ലോ, ഇതങ്ങനെ അല്ലാതെ RC-യിലെ വന്ന വണ്ടിയാണ്. ഓൾറെഡി കാരവനാന്ന് പറഞ്ഞു. ഈ കുതിര റേസിനൊക്കെ പോകുമ്പോ എവിടെ വരെ പോകാറുണ്ട്? കുതിര റേസ് എന്ന് പറഞ്ഞാൽ നമ്മള് കേരളത്തിൽ തമിഴ്നാട് വരെ പോകാറുണ്ട്. ജയിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ കഴിഞ്ഞ മറ്റേ ഇപ്പൊ ഞാൻ പങ്കെടുത്ത 5 റേസിലും ആ 4 സ്ഥാനത്തിന്റെ ഉള്ളിൽ ഞങ്ങള് കപ്പെടുത്തു പോന്നിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് പ്രൈസ് 2 പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ തേർഡ് കിട്ടിയിട്ടുണ്ട്. 4 സ്ഥാനത്തിനുള്ളിൽ ഞങ്ങള് കപ്പ് വാങ്ങാതെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇല്ല. ഇപ്പൊ ഈ കാവേരിയുടെ കാര്യം പറഞ്ഞപ്പോ കാവേരിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പ്രാവശ്യം കാണാൻ വരാന്ന് പറഞ്ഞു. അതിന് ഞങ്ങള് ഒരു മീറ്റപ്പ് വെച്ചിരുന്നു. എവിടെ? ഇവിടെ തന്നെ. കഴിഞ്ഞ 2-ാം തീയതി മീറ്റപ്പ് വെച്ചു. ഒരു 10-500 ആൾക്കാർ വന്നു. അത് തിരുവനന്തപുരം, എറണാകുളം, കൊച്ചി, വയനാട് ഒക്കെ വന്നു, പല സ്ഥലത്തുനിന്നായിട്ട് വന്നു. പക്ഷെ ഞാൻ ഇനി അങ്ങനെ മീറ്റപ്പ് വെക്കാനുള്ള സാധ്യത ഇല്ല. ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ്, കാരണം വെച്ചാല് 30 നമ്മളെ കോമ്പൗണ്ടിൽ ഇത്ര തോന്നെ ആൾക്കാരെ കണ്ട് താല്പര്യമില്ല. അത് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പൊ ആനക്ക് തോന്നുന്നത് ഇപ്പൊ പരിപാടി മാറിയായ എന്റെ വീടെന്ന് തോന്നുകയാണ്. അന്ന് ആനക്ക് ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഇത്ര തോന്നെ നിന്നു. അത് ഞാൻ പറഞ്ഞില്ല, ആന ഇനിയിപ്പൊ എന്ത് മല മറിഞ്ഞു വരുന്നെങ്കിലും അവിടെ എന്ന് പറഞ്ഞാൽ ആന അവിടെ 36 നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊതുവെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകില്ല. പിന്നെ ആനയും തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ആനയും ചെയ്യൂല, ആനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനും ചെയ്യില്ല. ഇവക്കേ ഇപ്പം എല്ലാ ആനകൾക്കും ചെറിയ മതപ്പാട് കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. ഇവക്ക് ഒരു 10-15 ദിവസത്തെ ചെറിയൊരു തരിക്ക്, അതായത് ഒലിക്കൊന്നുമില്ലെങ്കിൽ ചളി തള്ളും. ആ ടൈമിൽ കുറച്ചൊരു വാശി കൂടും. അത് പെട്ടെന്ന് ഷിമിലിന് അറിയാം. അത് നമുക്കറിയാം. അത് മറ്റേ ഈ കന്നത്തില് ചെറിയൊരു ചളി തള്ളും ഇവിടെ ആയിട്ട് ആ ചളി തള്ളും. ആ ടൈമില് നമ്മളും തന്നെ പറയേണ്ടത് ഒരു 4-8 പറയും. പിന്നെ നമ്മളെ ചെക്കനും ഈ പറഞ്ഞ മാതിരി ആ നേരത്ത് കുളിപ്പിക്കുമ്പോ അവനൊന്ന് ചടിച്ച നിർത്തുക. അവനോട് കാണിക്കും, എന്നോട് നേരെ കാണിച്ചില്ല. അപ്പൊ അന്നേരം അതിന് മറുമരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നല്ല, അത് ആരോഗ്യമുള്ള ആനക്ക് വരേണ്ട ഒരു സംഭവമാണ്. അത് ആരോഗ്യമില്ലാത്ത ആനകൾക്ക് വരില്ല. അതിന് മരുന്നല്ല, അത് നല്ല ഒലിച്ചു പോകാനുള്ള ഒരു സെറ്റപ്പ്, നല്ല ഭക്ഷണം കൊടുത്ത് ആരോഗ്യം കൂട്ടി ഇങ്ങനെ നിർത്തി ഒലിച്ചു പോകുന്ന വേണം. അപ്പൊ ഈ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എന്തൊരു സമയം? ഫാമിലിയുടെ കൂടെ അതന്നെയാണ് ഇപ്പൊ ഇതിലുള്ള വലിയൊരു വിഷയം. ഏത് പെണ്ണുമ്പിള്ള ഉടക്കാണോ? അത് ഉടക്കം എങ്ങനെ ഇല്ലാതെക്കൂലല്ലോ. ഉടക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങളെ ഫാമിലി മുഴുവൻ ഇപ്പൊ ടൂർ പോയി, മലേഷ്യയും ഇവിടെ സൗദിയൊക്കെ പോയി വന്നു. എന്റെ വൈഫിന്റെ കുട്ടി മാത്രമേ പോകത്തുള്ളൂ. കാരണം എന്താ, ഞാൻ പോണില്ല. എനിക്ക് 2 ദിവസത്തിൽ കൂടുതൽ, ഞാൻ ഇപ്പൊ ദുബായ് ഇവിടെ ഒക്കെ പോലും 2 ദിവസത്തിൽ കൂടുതൽ അപ്പുറം എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം 36 നോക്കും, രാവിലെ വൈകുന്നേരം ഞാൻ വന്നോ. 2ാമത്തെ ദിവസം അന്ന് വൈകുന്നേരം തുടങ്ങും, വെള്ളം കൂടി നിർത്തും, പിറ്റേ ദിവസം തീറ്റ നിർത്തും. അപ്പൊ ആനക്കറിയും ഞാൻ ഓടി വരും. അപ്പൊ അതിനുള്ള ഐഡിയ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കണം. രാവിലെ വെള്ളം കൂടി നിർത്തും, അപ്പൊ അപ്പനെ വിളിക്കും, അവസാനം വെള്ളം കൂടി നിർത്തിക്കൊണ്ടാവും. വൈകുന്നേരം തീറ്റ നിർത്തും. അപ്പൊ തീറ്റ നിർത്തുമ്പോ ഞാൻ പിന്നെ ഇനിയിപ്പോ വരാതെ രക്ഷയില്ല. ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല, എവിടെ പോയാലും പിറ്റേ ദിവസം വൈകുന്നേരം അവന് കൊടുത്തു. അപ്പൊ ഇത് കാവേരിയുടെ പേരിലുള്ള കാരവൻ. അത് ഇത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അവളെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് നിർത്തിയിട്ടതാ. ഡ്രൈവർ അന്ന് കൊടുന്ന് കേക്കിക്കാണ് ഇവിടെ നിർത്തിയിട്ടേക്കോ. പിന്നെ ഇപ്പൊ ഞാൻ പിന്നെ എടുത്തിട്ടില്ല. ഇപ്പൊ ഒരു 2 മാസമായിട്ട് അതിന്റെ ഇടയിൽ ഒരു വയനാട് എടുത്തു, അല്ലാതെ പിന്നെ എടുത്തിട്ടില്ല. ഇവിടെ കിടക്കും. അവക്കുള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, ഓക്ക് വേണ്ടി ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല, ഓക്ക് വേണ്ടി ഞാൻ എത്രയും റിസ്ക് ഇൻവെസ്റ്റ്. പിന്നെ ഇപ്പൊ പരിപാടി എടുത്താലും ആ പൈസ ഞാൻ എടുക്കലില്ല. ഞാനിപ്പോ എത്ര
പൈസന്റെ പരിപാടിക്ക് പോയാലും ഞാൻ ഉറപ്പെടുക്കലില്ല. അത് ഓളെ അവിടെ ക്ലിയർ ആക്കലും ഇപ്പൊ ഇതാക്കണോ ലോറി ക്യാബിനൊക്കെ പൊളിച്ച് പണിക്കിട്ടു. അത് ഓളെ വണ്ടികൾ നന്നാക്കാനും ഓക്കുള്ള ഭക്ഷണത്തിനും അങ്ങനത്തെ കാര്യത്തിന് മാത്രം ചെലവാക്കും. ഞങ്ങള് അത് വാപ്പിന്ന് തന്നെ എടുക്കാൻ അയക്കൂല. അത് കൊടുന്ന പൈസ അതിന് കൊടുത്താണ്ടി ഇറങ്ങാം. പിന്നെ വീട്ടിൽ നിന്ന് പരിപാടിക്ക് പോകുന്ന താല്പര്യം ചേട്ടൻ ഇവിടെ തന്നെ, അതായത് വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ല പരിപാടിക്ക് പോകും. പിന്നെ ഞാനെന്താ വെച്ചാല് പരിപാടിക്ക് പോയാലല്ല ആനക്കൊരു നല്ലൊരു, പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനസ്സിലാക്കിയത് ഈ വടക്കുനാഥൻ അതുപോലെ ചോറ്റാനിക്കാര അവിടെയൊക്കെ പോകുമ്പോ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലോ. അപ്പൊ എനിക്ക് ഈ അമ്പലങ്ങളിലും ഉത്സവത്തിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കാറില്ലേ? ഞാൻ ഇപ്പൊ കഴിഞ്ഞ സീസണില് ചോറ്റാനിക്കര, വടക്കുനാഥൻ, പിന്നെ എറണാകുളത്ത് നല്ലൊരു പേരെടുത്ത അമ്പലം, ഒട്ടുമിക്ക പേരെടുത്ത അമ്പലങ്ങളൊക്കെ പോയി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി. ഈ കഴിഞ്ഞ സീസണിൽ വടക്കുനാഥനിൽ ഞങ്ങൾ ശിവരാത്രിക്കാണെന്നാ തോന്നുന്നുണ്ട് 10 കൊമ്പനും ഒരു ബിരിയാണി, നമ്മളെ കാവേരി മാത്രം 10 കൊമ്പന്മാരെ നടുവില് കാവേരി മാത്രം നിർത്തി പരിപാടി തലയെടുപ്പോടുകൂടി. അത് ഭയങ്കര ഒരു അനുഭവമായി. കാരണം എന്താ വെച്ചാല് ശരിക്കും ഇത്ര കൊമ്പന്മാരുടെ ഇടയിൽ ബിരിയാണി നിൽക്കണമെങ്കിൽ കുറച്ച് പണിയാ. ഇവള് ഒരു സീൻ ഉണ്ടാക്കാതെ അതിന്റെ നടുവിൽ ഞങ്ങളപ്പം പരിപാടി കയ്യോളം സൂപ്പറായിട്ട്. ആ കമ്മിറ്റിക്കാരൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ, ഉഷാറായി. കാരണം എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പിടിയാനാവുമ്പോ വലിയ വട്ടം തിരി ഇത്രത്തോളം വലിയ വലിയ കൊമ്പന്മാര്, വലിയ പേരെടുത്ത കൊമ്പന്മാരാന്നുള്ളത്, അവരെ നടുവിൽ നിന്നാണ് പരിപാടി ഒരു അന്നൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു പരിപാടിക്ക് ഇവളെ കൂടെയുള്ള 2 ആന തെറ്റി ഓടി. ഇവള് അന്ന് ആണെങ്കിൽ നമുക്ക് ഇവളോടുള്ള ഒരു ഇവളുള്ള ഇഷ്ടം കൂടിയത്. കാരണം 2 ആന വട്ടം തിരിഞ്ഞ് ഓടിയിട്ടും ഇവള് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഓടുകയാണെങ്കിൽ ഞാൻ ഓടട്ടോ. ഞങ്ങൾ 2 ആളോടും പറഞ്ഞു നിങ്ങൾ ഓടുകയാണെങ്കിൽ ഞാൻ ഓടാനില്ല. ഞങ്ങളെ കൂടെ അവിടെ നിന്നു. അന്ന് എനിക്ക് വിശ്വാസമായി ആളെ കുഴപ്പമില്ല, നമ്മൾ ഓടിയാലേ ഓടുള്ളൂ. അപ്പൊ നമ്മള് കാവേരീനെ കണ്ടു, കാവേരിയുടെ കാവേരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇപ്പൊ ശരിക്കും ഇപ്പൊ കാവേരിയുടെ എന്തെന്ന് പറയണ, പാപ്പാൻ എന്ന് പറയണോ, സുഹൃത്ത് എന്ന് പറയണോ, എന്താ പറയണ്ടേ? അത് ചില ആളുകൾ എന്നോടേ ഇപ്പൊ എന്നെ അറിയില്ലല്ലോ, നമ്മള് പരിപാടിക്ക് പോകുമ്പോ പാപ്പാനെ വിളിച്ചോണ്ട് വരും. പിന്നെ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു കൊടുക്കും അത് പാപ്പാനല്ല അതിന്റെ ഓണറാന്ന് പറയും. അപ്പൊ എന്നോട് സോറി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാപ്പാൻ വേഷത്തിൽ ആനന്റെ ഒപ്പം നടക്കൂല. എനിക്ക് കാവേരിന്റെ ഒപ്പം നടക്കലാണ് എന്റെ ഇൻട്രസ്റ്റ്. ഇനിയിപ്പോ ആൾക്കാർ എങ്ങനെ വിളിച്ചാലും ഞാനത് തിരുത്താനും പോവില്ല. എനിക്ക് അതിന് പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഒരു സെറ്റപ്പ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ആന വളർത്തേണ്ടത് എൻ്റെ അടുത്ത് ആന ഉണ്ടെന്ന് പറയാനല്ല. എനിക്ക് വില കൂടെ നടക്കലാണ് എൻ്റെ സന്തോഷം. അത്രയുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ എനിക്കിപ്പോ ഇത് പരിപാടിക്കായിട്ട് തിരിയാണെങ്കിൽ ഈ സീസണിൽ ഫുൾ പരിപാടി എടുത്ത് പൈസ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആനക്ക് പേരുള്ള നല്ല പരിപാടി അത് മാത്രമേ എടുക്കുള്ളൂ. അല്ലാത്ത പരിപാടികൾ ഇനിയിപ്പോ എനിക്ക് എത്ര പൈസ തരാമെന്ന് പറഞ്ഞു ഞാൻ പോയില്ല. പിന്നെ ഇനി ഈ സീസൺ മുതൽക്ക് കഴിഞ്ഞ സീസണിൽ ഞാൻ കുറച്ച് അക്കടി പറ്റി. ചില പരിപാടികൾ ഈ ഉച്ചക്ക് റോട്ടിൽ കൂടെ നടത്തി, അതായത് അങ്ങനെയല്ല, കുറച്ച് ചൂട് മാറുന്നതിന് മുമ്പ് നടത്തുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതൊന്നും പ്രാവശ്യം ഞാൻ എടുക്കൂല. അതായത് ആനക്കും എനിക്കും സേഫ് ആയിട്ടുള്ള പരിപാടി മാത്രമേ എടുക്കൂ. അതായത് മറ്റേ ചൂട് മാറാതെ പുറത്തിറങ്ങി. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ ചെക്കനും ഇവളി ഒരുപോലെ വളർത്തുണ്ടാവും. അപ്പോ അതൊരു പരിപാടിക്ക് കൊണ്ടുപോയിക്കാണ്ട് ഈ റോട്ടിൽ നടത്തുമ്പോ സത്യം പറഞ്ഞ എന്റെ നെഞ്ഞത്ത് ചവിട്ടി നടക്കുന്ന മാതിരിയാണ്. കാരണം ആന നടക്കുമ്പോ ഇനിയിപ്പോ നിങ്ങളിന്റെ ഏത് പരിപാടി വീഡിയോ എടുത്ത് നോക്കിയാലും മതി, ഞാൻ ആന നടക്കണ ഈ പരിപാടിക്ക് ഞാൻ ചെരുപ്പ് ഊരിട്ട് നടക്കല്. ഞാനും എന്റെ ചെക്കനും ഞങ്ങൾ 2 ആളും ചെരുപ്പ് ഊരിട്ട് നടക്കില്ല. എന്താണ് അത് ഞമ്മക്ക് അപ്പൊ അറിയാം റോഡ് ചൂടാണോ. മറ്റേ നമ്മള് ചെരുപ്പിട്ട് ഈ ചൂടത്ത് ആനയും കൊണ്ട് നടക്കല് അതൊരു ശരിയുള്ള കാര്യമല്ല. കാരണം നമ്മളിലോറ് എത്ര ചൂടുള്ള ജന്തുക്കളാണ്. അവരുടെ പേരിലുള്ള കാരവൻ കണ്ടു. അപ്പോൾ കാവേരിയുടെയും ഷിമിലിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരില്ല. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് പോട്ടെ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇനിയും കാണാം.